ഇന്നിപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നൊരു വണ്ടിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ 407EX എന്നുള്ള BS4 CRD എഞ്ചിൻ വരുന്ന വാഹനമാണിത്. വാഹനത്തിന് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ലോ പിക്കപ്പും സിലിണ്ടർ മിസ്സിങ്ങും ആയിരുന്നു. അതായത് ഹൈ പ്രഷർ പമ്പിൻ്റെ ബെയറിംഗ് അരഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പമ്പ് ഇതാ ഊരി എടുത്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് മിക്ക ഡൈക്കോർ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ വരുന്ന പമ്പ് ഇത് തന്നെയാണ്. പമ്പിൻ്റെ ക്യാമും ഷൂ റോളറും ഹെഡും എല്ലാം പോയി, എല്ലാം ഡാമേജായി പോയി. ബെയറിങ് അരഞ്ഞു കഴിഞ്ഞാൽ നോസിൽ ഉൾപ്പെടെ ഡാമേജ് ആവും. ഇനിയിപ്പോൾ 4 നോസിൽ ഊരി ചെക്ക് ചെയ്ത് അതിനകത്തുള്ള കൺട്രോൾ വാൽവും കാര്യങ്ങളെല്ലാം മാറേണ്ടി വരും. അപ്പോൾ ഇഞ്ചക്ടർ ഇതാ മെഷീനിൽ വെച്ചിട്ടുണ്ട്. ഓവർഫ്ലോയും റിട്ടേണും കപ്ലറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഡീസലിൻ്റെ പ്രഷറും കാര്യങ്ങളെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇഞ്ചക്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇഞ്ചക്ടർ റിട്ടേൺ കൂടുതലാണ്. ഇതിപ്പോൾ ഒന്നാമത്തെയാണ് ഇതിൻ്റെ റിട്ടേണും, രണ്ടാമത്തേതാണ് ഇതിൻ്റെ മെയിനും. അപ്പം മെയിൻ 7 cc എണ്ണയാണെങ്കിൽ റിട്ടേൺ അതിൻ്റെ പകുതിയെ വരാൻ പാടുള്ളൂ, അതായത് 3 3.5 വരാൻ പാടുള്ളൂ. ഇതിപ്പോൾ നിലവിൽ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതാണ് കൺട്രോൾ വാൽവ്, ഇതാണ് ആ ഇഞ്ചക്ടർ ഡാമേജ് ആയ പാർട്ട്. ഇത് 3641 രൂപയാണ് ഡെൽഫി TVSൻ്റെത്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യണം, ഡീസൽ മാറി കൊടുക്കുകയും വേണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ പമ്പ് ഇതാ വന്നിട്ടുണ്ട്. 34,794 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഡെൽഫി TVSൻ്റെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പഴയ റീഡിങ്ങും ഇപ്പോഴത്തെ റീഡിങ്ങും നോക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും. ഓവർഫ്ലോ കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ബാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ട് പമ്പും EGR-ഉം കോമൺ റെയിലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നോസിലോട് ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടി ഇതാ സ്റ്റാർട്ടായി. സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓടിച്ച് നോക്കി. വണ്ടിക്ക് ഇപ്പോൾ നല്ല വലുവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിലവിലെ കാര്യങ്ങളിൽ വണ്ടിയുടെ കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്.